ഇപ്പം നരേന്ദ്രമോദി ആണെങ്കിലും പിന്നെ ആരാ പറയാ ഇപ്പം കോൺഗ്രസ് പാർട്ടിക്കാരാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിലേക്ക് ഒരുപാട് മെഡിക്കൽ സ്റ്റോർ ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. പകുതി പൈസക്കാണ് അവിടെ മാർക്കറ്റ് ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് മുകേഷിനെ കുറിച്ച് രാഷ്ട്രീയം പുള്ളി മോശമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്കയായിട്ട് ഞാൻ പറയാം, രാഷ്ട്രീയം മോശം, അഭിനയം പക്കയാണ്, പക്ഷെ രാഷ്ട്രീയം മോശം. അതിന് നല്ലത് ഗണേഷ് കുമാർ തന്നെയാണ്. അടിപൊളിയായിട്ട് പുള്ളിക്ക് പറ്റിയ ഫീൽഡ് നാടകം കളിച്ചിട്ടുള്ള ആളാണ്. മുകേഷിന് വേണ്ടി നല്ല കേരളത്തിലെ 2021 മിക്ക കമ്മ്യൂണിസ്റ്റ് ഇലക്ഷനിൽ നിന്ന മിക്ക നേതാക്കന്മാർക്കും വേണ്ടി നാടകം കളിച്ചിട്ടുള്ള ആളാണ്. ഞാൻ തെരുവുനാടകം കളിച്ചിട്ടുള്ള ആളാണ്. അത് ഞാൻ ചെഗുവേരയുടെ ഫിഗറും ചെയ്തിട്ടുണ്ട്. സ്ത്രീ വന്ന നല്ല ഒരു സ്ത്രീ വരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ടീച്ചർ നല്ലതായിരുന്നു, ടീച്ചറമ്മ അടിപൊളിയായിരുന്നു. കാരണം നല്ല ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ ആ സമയത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പെണ്ണുങ്ങളായിട്ട് ആരോ ഉള്ളത് ഇപ്പൊ ആക്റ്റീവായിട്ടുള്ള വീണ ജോർജനും പോരാ. വേറെ പാർട്ടിയില് എനിക്ക് തോന്നുന്നു VD സതീശൻ വന്ന കുറച്ച് VD സതീശൻ വന്ന കുറച്ച് നല്ലതായിട്ട് പോകും. പെണ്ണായിട്ടല്ല, ആക്സിഡന്റ് പറ്റിയ മേഡമില്ലേ, പുള്ളിക്കാരി നല്ലതാണ്. നേരിട്ട് ഞാൻ പിന്നെ നമ്മളെ BJP-യിലാണെങ്കിൽ മറ്റേ ശോഭ അവര് വരണം. കാരണം അല്ലല്ല അവരെ അമ്പലപ്പുഴ അമേരിക്കയിൽ പോലും അമ്പലപ്പുഴ ഒരാൾ മരിച്ചു. പാർട്ടിയിലുള്ള ചെറിയൊരു ആളെ അങ്ങോന്ന് വണ്ടി വിളിച്ച് രാത്രിക്ക് ഇവിടെ വന്നു. മനസ്സിലായി? ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ ലേഡി. വേറൊരു വ്യത്യാസം അല്ലല്ല ഞാനൊരു അമേരിക്കൻ ഇലക്ഷന് കുഴപ്പമാണ്. അമേരിക്കയിൽ ഇതുവരെ പെണ്ണുങ്ങളെ അമേരിക്കയിൽ ഇതുവരെ ഒരു പ്രസിഡന്റ് പെണ്ണായിട്ടില്ല, ഒരു പെണ്ണ് പ്രസിഡന്റ് ആയിട്ടില്ല. ഇപ്പൊ ഹിലാരി ക്ലിന്റൺ, കമല ഹാരിസ്, ഇവർക്ക് ആർക്കും പറ്റില്ല. അല്ല ഞാനൊരു കേസ് പറഞ്ഞുതരാം. കാരണം ജർമ്മനിയിലെ മെർക്കലായി, ഇംഗ്ലണ്ടിൽ പണ്ട് മാർഗരറ്റ് താച്ചർ ആയി. അത് ആക്കണമെന്ന് പറയത്തുള്ളൂ. അമേരിക്കയിൽ ഇല്ല അത് തോന്നുന്നില്ല. ഇവിടെ അമേരിക്കയിൽ പോലും പറ്റുന്നില്ല. അമേരിക്കയിൽ പോലും അതെ സ്ത്രീയാണ്. കേരളം വളരെ മെയിൽ ഡോമിനേറ്റർ ആണ്, പുരുഷാധിപത്യമുള്ള സ്ഥലമാണ്. അല്ലല്ല ഞാൻ കേരളത്തിലെ രാഷ്ട്രീയം പറഞ്ഞാൽ ഇപ്പം BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഈ പാർട്ടികളെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ മൊത്തം സാധാരണക്കാരാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ അണികളാണ്. അതാണ് ഏറ്റവും വലിയ നേതാക്കന്മാർ ശരിയല്ല, നേതാക്കൾ ശരിയല്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് ഭരണം ഇഷ്ടമല്ല, ഞങ്ങള് മാറി വോട്ട് ചെയ്യുന്നതാണ്. എന്റെ കുറെ അണികൾ നല്ലതാണ്, പക്ഷെ നേതാക്കൾ പോരാ, നേതാക്കൾ ശരിയല്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഞാൻ പറയുന്നത് നല്ല അനുഭവമുള്ള ജീവിതാനുഭവമുള്ള മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു ആള് വരണമെന്നാണ്. അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, സുധാകരൻ സാറാണെങ്കിലും നന്നായിട്ട് അവിടെ ആലപ്പുഴ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നല്ല റോഡുകളും കാര്യങ്ങളും നല്ല രീതിയിൽ വികസനം കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ്. മനസ്സിലായോ? അപ്പം പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, സുരേഷ് ചേട്ടൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അതായത് നെഗറ്റീവിനൊപ്പം ഞാൻ ആക്ച്വലി പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവിയാണ്. പക്ഷെ പ്രാക്ടിക്കലായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയിൽ നല്ല കൺക്ലൂഡിയാണ്. ആം ആദ്മി പാർട്ടിയിലെ വളരെ നല്ല ചെയ്യും, പക്ഷെ അവർ വരാൻ ടൈം എടുക്കും. ഇപ്പൊ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ സെൻട്രലിലായാലും സ്റ്റേറ്റിലായാലും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സൊല്യൂഷൻ ഈ പറയുന്ന സൊല്യൂഷനാണ്. ലോങ് ടേം അല്ല, ഒരു സൊല്യൂഷൻ വരണമെങ്കിൽ കോൺഗ്രസ് വരണം എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിച്ചോളൂ. ഞാൻ കോൺഗ്രസ് അനുഭാവിയല്ല, ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവിയാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയല്ല. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനുഷ്യത്വവും ഇല്ല, വിവരവും ഇല്ല, വെറും ഗുണ്ടകളാണ്. അല്ല നേതാക്കൾ അണികളല്ല. അണികളെപ്പോഴും പാവങ്ങൾ തന്നെ. അണികൾ പാവങ്ങൾ, നേതാക്കളെ പറഞ്ഞു. എനിക്ക് പോകാൻ സമയം, ഞാൻ പോട്ടെ. പോവാണോ? അപ്പൊ ഓക്കെ, സന്തോഷം. ഓക്കെ, ബൈ.